ഓക്കെ, ശരി. സോ റെസ്യൂം ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ ഒരു 12 ടെസ്റ്റ് എങ്ങനെയാണ് ഒന്ന് യൂട്ടിലൈസ് ചെയ്യേണ്ടത്, ഈ ഒരു 2 മാസം എങ്ങനെയായിരിക്കും മലയാളം ഓപ്ഷണൽ ഈ വർഷം എസ്പെഷ്യലി 2021 മെയിൻസ് എഴുതാൻ പോകുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് റിവൈസ് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു ജനറൽ ആയിട്ടുള്ള ഡിസ്കഷൻ പ്ലസ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയായിരിക്കണം ഒരു ഐഡിയൽ അപ്രോച്ച്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ആ ഒരു രീതിയിലേക്ക് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സ്റ്റിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഷേപ്പ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ടെസ്റ്റിൻ്റെ ഷെഡ്യൂളിനെ പറ്റി ആദ്യം പറയാം. ഓക്കെ, നിങ്ങളെല്ലാവരും മലയാളം ഓപ്ഷനിൽ പഠിച്ചിട്ടുണ്ട് എന്ന ബോധ്യത്തിലാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും യൂണിറ്റിൻ്റെ പേരും ഒക്കെ കൃത്യമായിട്ട് അറിയുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാനിത് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അല്ലാത്ത ആൾക്കാർ ഏതെങ്കിലും ഫസ്റ്റ് ടൈമേഴ്സ് ഇരിക്കുന്നുണ്ടെങ്കിൽ തൽക്കാലം ഈ പറഞ്ഞ പോലെ ഞാൻ കേട്ടർ ചെയ്യുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ ആൾക്കാരായിരിക്കും. അപ്പോൾ കേട്ടിരിക്കുക. സോ നമ്മുടെ ഈ ഒരു ടെസ്റ്റ് സീരീസിൻ്റെ യൂണിറ്റ് 12 യൂണിറ്റ് ഉണ്ട്. അപ്പോൾ 12 ടെസ്റ്റായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഇതിനകത്തുള്ള ആ ഒരു 2 ടെസ്റ്റ് തമ്മിലുള്ള ടൈം ഇൻ ബിറ്റ്വീൻ 2 ടെസ്റ്റ് എന്ന് പറയുന്നത് മാറി ഓരോ ടെസ്റ്റിനും ഓരോ രീതിക്കാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ചില ടെസ്റ്റുകൾക്കിടയിൽ 3 ദിവസത്തെ ഗ്യാപ്പേ ഉള്ളൂ, ചില ടെസ്റ്റുകൾക്കിടയിൽ 5 ദിവസമുണ്ട്, ചിലതിന് 6 ദിവസമുണ്ട്. ആ രീതിക്കാണ് ആ ഒരു സ്പേസ് അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ചെറിയ യൂണിറ്റുകളുണ്ട്, വലിയ യൂണിറ്റുകളുണ്ട്. അപ്പോൾ ചെറിയ യൂണിറ്റുകൾ പഠിക്കാനായിട്ട് 2-3 ദിവസം തന്നെ ധാരാളം, പ്രൊവൈഡഡ് നിങ്ങൾക്ക് ഓൾറെഡി ഒരു വെൽ സെറ്റ് നോട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു പ്രാവശ്യം കവർ ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു 2 അല്ലെങ്കിൽ 3 ദിവസം ഓക്കെ ആണ് എന്നൊരു ഐഡിയയിലാണ് ഇടയ്ക്കൊരു 3 ദിവസം ഗ്യാപ്പ് ചിലതിൽ വെച്ചേക്കുന്നത്, ചിലതിൽ ഒരു 5 ദിവസം ഗ്യാപ്പ് വെച്ചേക്കുന്നത്. അപ്പോൾ അതാണ് ആ ഒരു ടൈമിൻ്റെ ഒരു പ്രശ്നം വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഫീച്ചർ അവിടെ വരുന്നത്. അപ്പം നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് 2 മാസമേ ഉള്ളൂ 12 ടെസ്റ്റ് നമുക്ക് നടത്തണം എന്നുള്ളത് കൊണ്ട് തന്നെ ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർ, ഓൾറെഡി ജോയിൻ ചെയ്ത ആൾക്കാർ ഇതിനകത്തുണ്ട്. ഇപ്പോൾ ജോയിൻ ചെയ്ത ആൾക്കാർക്ക് മീൻസ് ഇനി ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ജനറലി പറയുന്നതാണ്, ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യേണ്ട ഒന്നാണ് സബ്മിഷൻ ഡേറ്റ്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളത് വലിയൊരു ടെസ്റ്റ് സീരീസ് ഒരു ഇയർ ലോങ് ആണ്, ഒരു 3 മാസമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇത്രയും കുറച്ച് നമ്പേഴ്സ് അധികം ഉള്ളതുകൊണ്ടും അല്ലാന്നുണ്ടെങ്കിൽ ടെസ്റ്റ് കൂടുതലുള്ളതുകൊണ്ട് ദിവസം ഇതിനിടയ്ക്ക് വളരെ കുറച്ചേ നമുക്ക് നടത്താനുള്ളൂ എന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ വർഷം നമ്മളൊരു ടെസ്റ്റ് സീരീസ് എഴുതിയ ആൾക്കാർ ഇന്നതുണ്ടാവും. കഴിഞ്ഞ വർഷം ഇതേപോലൊരു പാൻഡമിക് ആ ഒരു ബ്രേക്ക് വന്ന സമയത്ത് നമ്മളൊരു അക്ഷരം മുറ്റമെന്ന് പറഞ്ഞ് ടെസ്റ്റ് സീരീസ് നടത്തിയായിരുന്നു. അപ്പോൾ അതേ ആൾക്കാരുണ്ടാവും ഇതിനകത്ത്. അപ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ച് ടെസ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ, സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്ത് വെച്ചിട്ട് അത് എഴുതുകയാണ് ചെയ്തത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എല്ലാ യൂണിറ്റും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്പർ ഓഫ് ടെസ്റ്റിൻ്റെ എണ്ണം കൂടുതലാണ്. സോ ഇടയ്ക്ക് ദിവസത്തിൻ്റെ ഗ്യാപ്പ് കുറവായത് കാരണം നിങ്ങൾ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യേണ്ട ഒന്നെന്ന് പറയുന്നത് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റിൽ തന്നെ സബ്മിറ്റ് ചെയ്യണമെന്നുള്ളതാണ്. ലേറ്റ് സബ്മിഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ചെയ്ത് കിട്ടുന്നത് ബാക്കിയുള്ളവരുടെ പ്രയോറിറ്റി മാറിയിട്ടായിരിക്കും നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ അത് ഉറപ്പായിട്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ജോയിൻ ചെയ്യുന്ന ആൾക്കാരും ചെയ്ത ആൾക്കാരും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരും ആ ഒരു കാര്യം ഉറപ്പായിട്ടും ഫോളോ ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് 2-ാമത്തെയോ 3-ാമത്തെ ദിവസം സബ്മിറ്റ് ചെയ്താൽ മതിയായിരിക്കും ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം സബ്മിറ്റ് ചെയ്താൽ മതിയായിരിക്കും. പക്ഷേ അതിന് ശേഷം സബ്മിറ്റ് ചെയ്യാതിരിക്കാൻ പരമാവധി നോക്കുക. വിത്തിൻ ആ ഒരു തന്നിരിക്കുന്ന പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ടൈം ഫ്രെയിമിനുള്ളിൽ ടെസ്റ്റ് സബ്മിറ്റ് ചെയ്യുക. ഇത് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനകത്ത് വേറൊരു കോംപ്രമൈസ് ഉണ്ടാവില്ല. കാരണം മാൻ പവറിനെ അതിനനുസരിച്ചിട്ട് നമുക്ക് എന്താണ് യൂട്ടിലൈസ് ചെയ്യേണ്ടതാണ്. ആ ഒരു കാര്യം മനസ്സിലാക്കാം. ദെൻ ഇനി ഈ ഒരു ഷെഡ്യൂൾ എങ്ങനെയാണ്, എക്സാം എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഷെഡ്യൂൾ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും, ഓൾറെഡി നോക്കിയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. കൃത്യം പേപ്പർ 1 എല്ലാം കംപ്ലീറ്റ് ആക്കി പേപ്പർ 2 കംപ്ലീറ്റ് ആക്കുക, അല്ലെങ്കിൽ പേപ്പർ 2ലേക്ക് പോവുക. ആ ഒരു രീതിയിലായിരിക്കില്ല ഷെഡ്യൂൾ ഫോളോ അല്ല ഇന്നത്തെ ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആ മലയാളം ലാംഗ്വേജിൻ്റെ ഒറിജിൻ, ആ ഒരു ഏർലി ഫേസ് ഓഫ് മലയാളം ലാംഗ്വേജ് തിയറി പോർഷൻ, ഭാഷ എങ്ങനെ ഉണ്ടായി എന്നുള്ളത്, ഭാഷ ഉൽപ്പത്തി സിദ്ധാന്തങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്തുള്ള പേപ്പർ 1-നകത്തുള്ള 2 യൂണിറ്റാണ് അല്ലെങ്കിൽ 3 യൂണിറ്റ് ഒരുമിച്ച് ചേർത്ത് വെച്ചേക്കാണ്. യൂണിറ്റ് 1-ഉം യൂണിറ്റ് 2-ഉം യൂണിറ്റ് 4-ഉം ഒരുമിച്ച് ചേർത്ത് വെച്ചേക്കാണ്. അതിന് കാരണം നിങ്ങൾക്ക് അറിയാൻ പറ്റും, 2-ാമത്തെയും 4-ാമത്തെയും യൂണിറ്റ് പേപ്പർ 1-ൽ ഒരേ കാര്യങ്ങളുടെ തന്നെ ഭാഷാപരമായ സവിശേഷതയും സാഹിത്യപരമായ സവിശേഷതയാണ് ശരിക്കും നമുക്ക് 2 യൂണിറ്റായിട്ട് പഠിക്കാനുള്ളത്. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഇപ്പോൾ രാമചരിതമായി കഴിഞ്ഞാലും ബാക്കിയുള്ള മണിപ്രവാള കൃതികളായി കഴിഞ്ഞാലും ചമ്പുക്കളായി കഴിഞ്ഞാലും ഒക്കെ നമുക്ക് ഭാഷാപരമായിട്ടുള്ള പ്രത്യേകതകളാണ് 2-ാമത്തെ യൂണിറ്റ് പഠിക്കേണ്ടത്. ലിംഗ്വിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് പഠിക്കേണ്ടത്. സെയിം കൃതികളുടെ തന്നെ സാഹിത്യ പ്രത്യേകതകളാണ് 4-ാമത്തെ യൂണിറ്റ് പഠിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ 4-ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു യൂണിറ്റാണ്. അപ്പോൾ ശരിക്കും ആ ഒരു 4-ാമത്തെ യൂണിറ്റ് പ്രത്യേകം പഠിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. 2-ാമത്തെ യൂണിറ്റ് ഭാഷാപരമായ പ്രത്യേകത, ഒരു കൃതി പഠിക്കുമ്പോഴത്തേക്ക് ആ കൃതിയുടെ ഭാഷാപരമായ പ്രത്യേകത, സാഹിത്യപരമായിട്ടുള്ള പ്രത്യേകത, ഇത് രണ്ടും ഒരുമിച്ച് തന്നെയാണ് പഠിക്കേണ്ടത്.
അപ്പോൾ അതുകൊണ്ടാണ് ആ 2 ടെസ്റ്റും അടുത്തടുത്ത് ഇട്ടേക്കുന്നത്. അത് കഴിഞ്ഞ് വരുന്ന ടെസ്റ്റ് നോക്കുക, പേപ്പർ 2 യൂണിറ്റ് 1 ആണ്. അപ്പോൾ നോക്ക്, ടെസ്റ്റ് 2 മുതൽ ടെസ്റ്റ് 4 വരെ 2, 3, 4 ഈ 3 ടെസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾ 3 ടെസ്റ്റായിട്ട് കാണേണ്ട കാര്യമില്ല. ജൂൺ 10-നും 14-നും 20-നും ആണ് 3 ടെസ്റ്റ് കൊടുത്തേക്കുന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾക്കിത് പഠിക്കാൻ പറ്റുന്നത് ഒരുമിച്ചാണ്. ഓക്കെ, രാമചരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൃതി എടുത്തു കഴിഞ്ഞാൽ പേപ്പർ 2-നകത്ത് ആദ്യത്തെ 25 സ്റ്റാൻസ പഠിക്കാനുണ്ട്. അപ്പോൾ ആ 25 സ്റ്റാൻസയുടെ ഭാഷാപരമായിട്ടുള്ള പ്രത്യേകതയും സാഹിത്യപരമായിട്ടുള്ള പ്രത്യേകതയും ഒരുമിച്ച് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ സ്റ്റഡീസ് നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോഴും നിങ്ങൾ അതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യണം. ഈ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം അടുത്ത ടെസ്റ്റിനുള്ള പഠിക്കാം എന്ന് കരുതി ഇരിക്കരുത്, ഒരുമിച്ച് പഠിക്കാം. ചിലപ്പോൾ ഈ ഭാഷാപരമായിട്ടുള്ള പ്രത്യേകത ചോദിക്കുന്ന ടെസ്റ്റിനുള്ളിൽ ചിലപ്പോൾ സാഹിത്യപരമായിട്ടുള്ള പ്രത്യേകതയും കയറി വന്നെന്നിരിക്കും. കാരണം ഇത് രണ്ടും തമ്മിലുള്ള ലൈൻ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അപ്പോൾ ഇത് മൂന്നും ഒരുമിച്ച് പഠിക്കുക എന്നുള്ളതാണ് തരാൻ പറ്റുന്ന ആദ്യത്തെ അഡ്വൈസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ സ്റ്റഡീസ് പ്ലാൻ ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതിപ്പോൾ ഈ ഒരു ടെസ്റ്റ് സീരീസിനായി കഴിഞ്ഞാലും ആക്ച്വൽ പരീക്ഷയ്ക്ക് നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് പഠിച്ചിട്ട് പോകുന്നത്. UPSC പരീക്ഷയ്ക്ക് ഓപ്ഷനിൽ ചെന്നിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഫ്രെയിം ചെയ്ത് വെക്കാനുള്ളത് അങ്ങനെയാണ്. രാമചരിതം എന്ന് പറയുന്ന കൃതി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഷാ സാഹിത്യ പ്രത്യേകതകൾ ഒരുമിച്ച് പഠിക്കുക. പിന്നെ പേപ്പർ 2-നകത്ത് എന്താണ് നോക്കേണ്ടത് അത് നോക്കിയിട്ട് പോകാന്നുള്ളതാണ്. അപ്പോൾ ഇത് മൂന്നും ഒരുമിച്ച് നോക്കാം. രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ടെസ്റ്റുകൾ ഒരുമിച്ച് നോക്കുക എന്നുള്ളതാണ്. സെയിം ഒരു ഐഡിയ തന്നെയാണ് തൊട്ടടുത്ത ടെസ്റ്റിലും കൊടുത്തേക്കുന്നത്. സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് മലയാളം ഇൻഡിവിജ്വലി നിൽക്കുന്ന ഒരു ഐഡിയ ആണ്. അതങ്ങനെ നിങ്ങൾ പഠിക്കുക. 5 മാറും. അല്ലെങ്കിൽ മോഡേൺ ലിറ്ററേച്ചർ പൊയട്രി ഉണ്ട്, 7ാമത്തെ ടെസ്റ്റും ഉണ്ട്, 8ാമത്തെ ടെസ്റ്റും ഉണ്ട്. ഇത് മൂന്നും ഒരുമിച്ച് പഠിക്കേണ്ട ടെസ്റ്റുകളാണ്. 6ഉം 7ഉം 8ഉം. ഒന്നാമത്തെ ടെസ്റ്റ് ഇൻഡിവിജ്വലി നിൽക്കുന്നത് പോലെ തന്നെ 5ാമത്തെ ടെസ്റ്റും ഇൻഡിവിജ്വലി നിൽക്കുന്നതാണ്. സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് മലയാളം. ആദ്യം ഭാഷ എങ്ങനെ ഉണ്ടായി വന്നു എന്നുള്ളത് സ്റ്റാൻഡർഡൈസ് ചെയ്തു, പിന്നീട് കൃതികൾ എങ്ങനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു, അതാണ് 5ാമത്തെ ടെസ്റ്റിനകത്ത് വരുന്നത്. അത് നിങ്ങൾക്ക് സെപ്പറേറ്റ് പഠിക്കാന്നുള്ളതേ ഉള്ളൂ. പക്ഷേ 6ഉം 7ഉം 8ഉം എന്ന് പറയുന്നത് കവിതാഭാഗം എന്ന് പറയുന്നത് മോഡേൺ മലയാളം ലിറ്ററേച്ചർ, അതിനകത്ത് പോയട്രി എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതും സ്റ്റഡീസ് പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് ആ രീതിയിൽ ചെയ്യുക. ക്ലിയർ ആണല്ലോ? 6, 7, 8 അങ്ങനെ ഒരുമിച്ച് പഠിക്കുക. ദെൻ അവസാനത്തെ 4 ടെസ്റ്റിലാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ടൈം വേണ്ടത്. ഒരുപാട് പഠിക്കാനായിട്ട് നമുക്ക് എടുക്കുന്നത് അവസാനത്തെ 4 ടെസ്റ്റാണ്. 9, 10, 11, 12 എന്ന് പറയുന്നത് ഈ 4 ടെസ്റ്റാണ്. ഈ 4 ടെസ്റ്റ് എന്ന് പറയുന്നത് പ്രോസാണ്. പ്രോസിന് അത്യാവശ്യം സമയം വേണം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടൈം ഗ്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഓരോന്നിൻ്റെ ഇടയ്ക്കും അത്യാവശ്യം ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രാമ പേപ്പർ 1 പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ക്രൈമിനെ പറ്റി പഠിക്കുക. ക്രൈമും കൂടി അവിടെ പഠിച്ച് തീർന്നിട്ട് അങ്ങ് പോവുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഷോർട്ട് സ്റ്റോറി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള 2 ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട്. MTയുടെ ഷോർട്ട് സ്റ്റോറി ഉണ്ട്, NS മാധവൻ്റെ ഷോർട്ട് സ്റ്റോറി ഉണ്ട്. അപ്പോൾ ഈ 2 കഥാസമാഹാരങ്ങളും ഷോർട്ട് സ്റ്റോറി പഠിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പഠിച്ചങ്ങ് പോവുക, പഠിച്ചങ്ങ് തീർക്കുക എന്നുള്ളതാണ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇത് ഒരുമിച്ച് പ്ലാൻ ചെയ്യുക. ഇതുപോലെ ബയോഗ്രഫി ആയാലും നിരൂപണമായി കഴിഞ്ഞാലും നോവലായി കഴിഞ്ഞാലും ഒക്കെ അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. നോവലിന് അത്യാവശ്യം സമയം ഞാൻ തന്നിട്ടുണ്ട്. 3 നോവലും അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട സാധനം തന്നെയാണ്. അപ്പോൾ ഇതാണ് ആ ഒരു ഷെഡ്യൂൾ. നിങ്ങളെ സ്റ്റഡീസ് നിങ്ങൾ റിവിഷൻ പ്ലാൻ നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ? ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ വക കാര്യങ്ങൾ പറയാനായിട്ടാണ് ഇന്നത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട് കംപ്ലീറ്റ് ചോദിക്കാനായിട്ടാണ് ഈ ഒരു ഓറിയൻറ്റേഷൻ സെഷൻ വച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫേസ് ഓഫ് എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, പേപ്പർ ഇനി രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് പ്രിലിംസിന് ശേഷമാണ്. പ്രിലിംസിന് ശേഷം ഫുൾ ടെസ്റ്റുകളായിരിക്കും. ഇത് ഓരോ ടെസ്റ്റും 125 മാർക്കാണ്. 125 മാർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് 10 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒരു യൂണിറ്റിൽ നിന്ന് നമുക്ക് ഏറ്റവും അഷ്യൂർഡായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള, എന്നാൽ അതോടൊപ്പം തന്നെ കുറച്ച് ഡിഫിക്കൽട്ടി കൂടിയതുമായിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻ ആയിരിക്കും ഒരു യൂണിറ്റിൽ നിന്ന് ഉണ്ടാവുക. ഓക്കെ, അങ്ങനെ നമ്മൾ 12 യൂണിറ്റിൽ നിന്ന് ഏകദേശം 120 ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത്. ഈ ഒരു ഫസ്റ്റ് ഫേസ് ഓഫ് ടെസ്റ്റിൻ്റെ മീനിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. വേറെ എന്തെങ്കിലും രീതി ചെയ്യണമെന്നുള്ളത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഐഡിയ നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇത് പഠിച്ച ആൾക്കാരാണല്ലോ ഇതിനകത്തിരിക്കുന്നത്. അപ്പോൾ ചാറ്റ് ചെയ്ത് ചോദിക്കാം വേണമെന്നുണ്ടെങ്കിൽ. അല്ലാണ്ട് ഓഡിയോ ഞാൻ ആർക്കെങ്കിലും ചോദിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഓഡിയോ ഓൺ ആക്കി തരാം. ഓക്കെ, ഞാൻ നിങ്ങളുടെ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുള്ള ആൾക്കാർക്ക് ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കേട്ടില്ല എന്താ ഉദ്ദേശിച്ചത്? അത് ചോദിക്കാം. ഞാൻ ശരി ചോദിച്ചു, ഇപ്പൊ ചോദിച്ചു, വേഗം ചോദിച്ചു. എനിക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാമോ? എനിക്കൊന്ന് ചാറ്റ് ബോക്സിൽ ചോദിക്കാവോ? ചാറ്റ് ബോക്സിൽ
ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുമോ? ഓക്കെ, അതിലേക്ക് ഞാൻ വരാം. അതിനകത്തേക്ക് വരുന്നേ ഉള്ളൂ. ഞാൻ ഈ സ്റ്റഡി പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത്. നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൾക്കാർ ഡയറക്റ്റ്ലി ചോദിക്കണേ, ഡയറക്റ്റ് മെസ്സേജ് ചെയ്യണേ. എനിക്ക് മാത്രമേ ബാക്കിയുള്ള ആൾക്കാർക്ക് കൂടെ അത് കാണാൻ പറ്റുള്ളൂ. സോറി, എവരി വൺ ആക്കിയിട്ട് മെസ്സേജ് ചെയ്യുക. എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ കാണാൻ പറ്റില്ല. ഓക്കെ, സോ അതാണ് സ്റ്റഡി പ്ലാനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. രണ്ടാമത്തേത് എനിക്ക് പറയേണ്ടത് സോഴ്സ് ആണ്. നിങ്ങൾക്കിത് എവിടെ നിന്നൊക്കെ പഠിക്കാമെന്നുള്ളതാണ്. ഓക്കെ, സോ സ്റ്റഡി അപ്രോച്ച് ഞാൻ പറഞ്ഞല്ലോ. ഒന്നാമത്തെയും അഞ്ചാമത്തെയും യൂണിറ്റ് ഞാൻ ഇവിടെ സമ്മപ്പ് ചെയ്യാം. ഒന്നാമത്തെയും അഞ്ചാമത്തെയും യൂണിറ്റ് ഇൻഡിവിജ്വലി സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന 2 യൂണിറ്റ്സ് ആണ്. അത് നിങ്ങൾക്ക് അവിടെ പഠിക്കാം, സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാം. പക്ഷേ ഇതൊന്ന് സമ്മപ്പ് ചെയ്താൽ എങ്ങനെയാ പറയാൻ കഴിയുക? ഏത് പേപ്പേഴ്സിനായാലും കണക്ട് ചെയ്താണ് നമ്മൾ ആദ്യം പഠിച്ചു വെക്കേണ്ടത്? അതാ ഞാൻ പറയുന്നത്. ആഷിക്കല്ലേ ഇപ്പൊ ചോദിക്കുന്നത്, ഞാൻ അതപ്പോൾ പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ അഞ്ചാമത്തെ യൂണിറ്റ് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നതാണ്. ഒന്നാമത്തെ അഞ്ചാമത്തെ യൂണിറ്റ് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന യൂണിറ്റ്സ് ആണ്. അത് സെപ്പറേറ്റ് പഠിക്കുക. ബാക്കി ഇടയ്ക്കുള്ള 2, 3, 4 കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ്. 2, 3, 4 ടെസ്റ്റ് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ്. 6, 7, 8 കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അവസാനത്തെ 4 ടെസ്റ്റും കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ്. 6, 7, 8 പോയതിൻ്റെ ഒറ്റ യൂണിറ്റ് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ്. അവസാനത്തെ 4 ടെസ്റ്റും കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ്. 8, 9, 10, 11, 12 ഈ 4 ചാപ്റ്റർ. ഓക്കെ, ഇതാണ് ഈ ഒരു ഷെഡ്യൂളിൻ്റെ കാര്യം പറയേണ്ടത്. നിങ്ങളുടെ ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്യാം. ബാക്കി ഡൗട്ട് ക്ലിയർ ചെയ്യാം. അത് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു വരട്ടെ. രണ്ടാമത്തേത് ടൈമിനെ കുറിച്ചാണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം അതിലേക്ക് തന്നെയാണ് വരുന്നത്. സോഴ്സിൻ്റെ കാര്യം പറയാനുണ്ടല്ലോ, ഞാനിത് കഴിഞ്ഞിട്ട് പറയാം. ഇപ്പോൾ ഇത് പ്രിഫറബിളി ജൂൺ 5 തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ജൂൺ 5 രാവിലെ ആയിരിക്കും ഞാനിത് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. ഓക്കെ, ഞാൻ ഈ റെക്കോർഡ് യൂട്യൂബിലിടാം. പോൾസൺ യൂട്യൂബിലിടാം. കണക്ടിവിറ്റി ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ റെക്കോർഡ് യൂട്യൂബിലിടാം. നിങ്ങൾ അവിടെ കണക്ട് ചെയ്തോ. കണക്ടിവിറ്റി ഇഷ്യൂ ഉള്ള ആൾക്കാർ അവിടെ യൂട്യൂബിൽ കണ്ടോ, അല്ലാത്ത ആൾക്കാർ ഇപ്പോൾ ഇരിക്കാം. ഓക്കെ, സോ രണ്ടാമത്തേത് ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പോസ്റ്റ് ചെയ്യുന്ന ടൈമിംഗ് എന്ന് പറയുന്നത്, ആകാശ് ഞാൻ ആദ്യം ഒന്ന് പറയട്ടെ, നിങ്ങളുടെ ഡൗട്ട് അവസാനം ചോദിക്കാം. ഓക്കെ, രണ്ടാമത്തേത് ഞാൻ ഈ ടെസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നത് റെസ്പെക്റ്റീവ് ഡേറ്റിൽ രാവിലെ ആയിരിക്കും. ഓക്കെ, ബിഫോർ 10 AM, ഇപ്പോൾ ജൂൺ 5 രാവിലെ 10 മണിക്ക് മുമ്പേ ആയിരിക്കും ടെസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നത് മാക്സിമം. ഓക്കെ, ആ ഒരു ടൈമിങ്ങിൽ തന്നെ പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് പിറ്റേ ദിവസം രാവിലെ 10 മണി വരെ സമയം ഉണ്ടാവും. ഓക്കെ, ഒരു ദിവസം കംപ്ലീറ്റ് ടൈം ഉണ്ടാവും. 24 hours ഉണ്ടാവും. അതിനുള്ളിൽ അല്ലെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് ഞാൻ പിറ്റേ ദിവസം ഉച്ച വരെ തരാം. അതിനപ്പുറത്തേക്ക് നമുക്ക് തരാൻ പറ്റില്ല, കാരണം ഇത് കറക്റ്റ് ചെയ്യേണ്ടതാണ്. സോ തൊട്ടടുത്ത ദിവസം മാക്സിമം നൂൺ വരെ 12 മണിക്കുള്ളിൽ സബ്മിറ്റ് ചെയ്യാനായിട്ട് നോക്കണം. അതാണ് ടൈമിംഗ്. ആ ഒരു ടൈമിംഗ് എല്ലാവർക്കും കംഫർട്ടബിൾ ആണോ? നിങ്ങളുടെ ചോയ്സ് ആണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ആ ഒരു ടൈമിംഗ് കൂടുതൽ വേണോ കുറച്ച് വേണോ എന്നുള്ളത് ആർക്കെങ്കിലും 24 hours പോലെ ടെസ്റ്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട്? ഓക്കെ, ശരി. നിങ്ങൾ മാക്സിമം ചാറ്റ് ബോക്സ് യൂസ് ചെയ്താൽ മതിയെ. ശരി, അപ്പോൾ അങ്ങനെയാണ്, അത് ഫിക്സ് ചെയ്യാം. ഓക്കെ, 24 hours ആണ്. ഞാൻ 10 AM ക്വസ്റ്റ്യൻ പോസ്റ്റ് ചെയ്യും. പിറ്റേ ദിവസം ഒരു 12 PM എനിക്കിത് തിരിച്ച് കിട്ടാം. ഇത് എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ക്വസ്റ്റ്യൻസും ആൻസർ ബുക്ക്ലെറ്റും ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ജോയിൻ ചെയ്ത ആൾക്കാർക്ക് ഓൾറെഡി അറിയായിരിക്കും. ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ചാനൽ ഉണ്ടാവും. ഒക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. അതിനകത്തായിരിക്കും ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ തിരിച്ച് സബ്മിറ്റ് ചെയ്യേണ്ടത് ഐലേൺ IASൻ്റെ ഐലേൺ മലയാളത്തിൻ്റെ ഒരു മെയിൽ ID ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഓപ്ഷണൽ സ്റ്റുഡൻസ് ഇതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ രീതിക്ക് സബ്മിറ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം. സർക്കാരിൻ്റെ ഔട്ട്സൈഡേഴ്സിന് ഉദ്ദേശിച്ചാണ് പറയുന്നത്. നിങ്ങൾ ഓപ്ഷണൽ സ്റ്റുഡൻസ് ഐലേണിൽ തന്നെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വേറെ ചാനൽ തരാം. ഇപ്പോൾ പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് വേണ്ടി പറയുകയാണ്, ഐലേൺ IASൻ്റെ മെയിൽ ID ഉണ്ടാവും. ആ മെയിലിലേക്ക് സ്കാൻ ചെയ്ത് അയക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് അയക്കേണ്ട രീതി എന്ന് പറയുന്നത്. നമ്മൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ സബ്മിറ്റ് ചെയ്യുന്നത് രാവിലെ ആയിരിക്കും. രാവിലെ 10 മണിക്കായിരിക്കും. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് മുന്നേ ആയിട്ട് ഐലേൺ IASൻ്റെ ഒരു ഐലേൺ മലയാളത്തിൻ്റെ ഒരു മെയിൽ ID ഉണ്ടാവും. അതിനകത്തേക്ക് അയക്കാം. ഓക്കെ, അയക്കുന്നതനുസരിച്ചിട്ട് മെയിൽ ID കിട്ടുന്നതിനനുസരിച്ച് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന ബേസിസിലായിരിക്കും പേപ്പർ കറക്റ്റ് ചെയ്ത് തിരിച്ച് കിട്ടുക. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ കാര്യം പറയേണ്ടത്. ക്ലിയർ ആണല്ലോ? ആ ഒരു കാര്യത്തിൽ ഓക്കെ ആണല്ലോ? ദെൻ അടുത്തൊരു കാര്യം, ഇത് എങ്ങനെ എഴുതി സബ്മിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിഫറബിളി നമ്മൾ തരുന്ന ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ UPSC ഫോർമാറ്റിലുള്ള പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് എഴുതി തരിക എന്നുള്ളതാണ് അടുത്ത കാര്യം എന്ന് പറയുന്നത്. ഈ A4 സൈസ് പ്ലെയിൻ പേപ്പറിൽ എഴുതാതിരിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. ഞാൻ ഓൾറെഡി ഗ്രൂപ്പിനുള്ളിൽ ഒരു ബുക്ക്ലെറ്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ജോയിൻ ചെയ്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട്
ഒരു പേപ്പർ ഫോർമാറ്റ് ഇട്ടിട്ടുണ്ട്. അത് പറ്റുന്ന ആൾക്കാർ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അതിനകത്ത് എഴുതുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന UPSC ഫോർമാറ്റ് പേപ്പർ, മാർജിൻ ഇട്ട പേപ്പർ ഉണ്ടാവും, അതിനകത്ത് എഴുതി അയക്കുക. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എഴുതി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ നിങ്ങളുടെ എഴുതുന്ന വേർഡ് ലിമിറ്റ് എത്രയാണെന്നുള്ളതും പേജ് ലിമിറ്റ് എത്രയാണെന്നുള്ളതും അറിയാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ വർഷം മെയിൻസ് എഴുതിയ ആൾക്കാർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ അവർക്ക് അറിയാൻ പറ്റുമായിരിക്കും എന്തായിരിക്കും കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് ഫേസ് ചെയ്ത ഇഷ്യൂ എന്ന് പറയുന്നത്. പേപ്പർ ലെങ്തിയാണ്. അപ്പോൾ 20 മാർക്കിൻ്റെ പേപ്പറിനൊക്കെ ക്വസ്റ്റ്യനൊക്കെ 4 സൈഡാണ് തരുന്നത്. ഓക്കെ, 15 മാർക്ക് ആകുമ്പോഴത്തേക്കും 3 സൈഡാണ് തരുന്നത്. അപ്പോൾ ഈ 3 സൈഡും 4 സൈഡും എഴുതി നിറയ്ക്കണമെന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൺസേണേ അല്ല തന്നിരിക്കുന്ന പേജ് എന്ന് പറയുന്നത്. ഓക്കെ, 4 പേജ് തന്നു എന്ന് എഴുതിയിട്ട് 4 പേജും എഴുതി നിറയ്ക്കാനായിട്ടല്ല തന്നിരിക്കുന്നത്. റാദർ നിങ്ങൾക്ക് അറിയുന്ന പോയിന്റ് മാത്രം എഴുതി വെച്ചാൽ മതി. ഒരുപാട് അറിയാമെന്ന് കരുതിയിട്ട് 4 പേജും എഴുതി നിറയ്ക്കരുത്, സമയം കിട്ടത്തില്ല. അത് കഴിഞ്ഞ വർഷം എഴുതിയ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിലും മുൻപേ മെയിൻസ് എഴുതിയ ആൾക്കാരുണ്ടെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങൾ ഈ ഒരു വേർഡ് ലിമിറ്റ് പ്രിസ്ക്രൈബ് അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് ലിമിറ്റ് ഒന്ന് മനസ്സിൽ വെച്ചേക്കാം. 10 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ പരമാവധി ഒരു 6 പോയിന്റിൽ എഴുതാനായിട്ട് ശ്രമിക്കുക, 6 പോയിന്റ് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഒരു 15 മാർക്കിൻ്റെ ചോദ്യമാണെന്നുണ്ടെങ്കിൽ ഒരു 10 പോയിന്റിലേക്ക് നിങ്ങളുടെ ഉത്തരത്തിനെ ലിമിറ്റ് ചെയ്യാനായിട്ട് നോക്കുക. 20 മാർക്കിൻ്റെ ചോദ്യമാണെന്നുണ്ടെങ്കിൽ ഒരു 13 മുതൽ 15 പോയിന്റ് വരെ, ഇത്രയും മതി. ഓക്കെ, 13 മുതൽ 15 പോയിന്റ് വരെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ 6 പോയിന്റ് അല്ലെങ്കിൽ 6, 10, 13 എന്നൊക്കെ പറയുന്നത് കൃത്യമായിട്ട് കണ്ടന്റ് ആയിരിക്കണം. ഓക്കെ, ബ്ലഫിംഗ് അല്ല ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ് വൈസ് എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റ് നിങ്ങൾക്ക് ഈ 6, 10, 13 പോയിന്റിൽ നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതിന് എത്ര സ്ഥലം എടുക്കുന്നുണ്ടോ അത്രയും മാത്രം എഴുതാൽ മതി. ചിലപ്പോൾ ഈ ചില ആൾക്കാരുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ വ്യത്യാസമായിരിക്കും. ചെറിയ ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ആൾക്കാരുണ്ടാവും. അവരൊക്കെ ഈ 13 പോയിന്റ് എഴുതുമ്പോൾ ചിലപ്പോൾ 3 പേപ്പറിൽ തീർന്നു പോകും, 3 സൈഡിൽ തീർന്നു പോകും. അപ്പോൾ എന്നിട്ട് അവസാനത്തെ ഒരു പേജ് എഴുതാതിരിക്കരുത് എന്നൊന്നും ആലോചിക്കരുത്. ഈ ഒരു പോയിന്റ് വെച്ച് ഏകദേശം നിർത്തുക എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ടൈം വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 10 മാർക്കിൻ്റെ ചോദ്യത്തിന് നിങ്ങളൊരു 7 മിനിറ്റ് എടുത്ത് എഴുതിക്കോ. 7 മുതൽ 8 മിനിറ്റ് വരെ ഈ ഒരു ടൈം ലിമിറ്റ്. ഇത് കുറച്ച് കുറവാണ്. സ്റ്റിൽ ഞാനിത് ഒന്ന് ആ ഒരു ടൈം ഫ്രെയിമിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. 7 മുതൽ 8 മിനിറ്റ് വെച്ച് എഴുതാനായിട്ട് ശ്രമിക്കുക. 15 മാർക്കിൻ്റെ ചോദ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 11 മിനിറ്റ് കൊണ്ട് എഴുതി തീർക്കാനായിട്ട് നോക്കുക. 11 മിനിറ്റ്, മാക്സിമം 11 മിനിറ്റ് കൊണ്ട് എഴുതി തീർക്കാനായിട്ട് നോക്കുക. 20 മാർക്കിൻ്റെ ചോദ്യമാണെന്നുണ്ടെങ്കിൽ ഒരു 13-14 മിനിറ്റ് കൊണ്ട് എഴുതി തീർക്കാനായിട്ട് ചോദിക്കുക. ഇത്രയാണ് ടൈമുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യം പറയേണ്ടത്. ഓക്കെ, എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് പോവാം. നമ്മൾ പരീക്ഷയ്ക്കാണ് പഠിക്കുന്നത്, പരീക്ഷയ്ക്ക് എഴുതി മാർക്ക് കിട്ടാനായിട്ടാണ് പഠിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചേക്കുക. ഈ ഒരു ടൈം ലിമിറ്റ് ഞാൻ ഒന്നുകൂടെ പറയാം. 10 മാർക്കിന് 7-8 മിനിറ്റ് കൊണ്ട് എഴുതി തീർക്കാനായിട്ട് നോക്കുക. 15 മാർക്കാണെങ്കിൽ ഒരു 11 മിനിറ്റ്, 10 മുതൽ 11 മിനിറ്റ് വരെ സമയം കൊണ്ട് എഴുതി തീർക്കാനായിട്ട് നോക്കുക. 20 മാർക്കാണെങ്കിൽ ഒരു 12-13 മിനിറ്റ് കൊണ്ട് എഴുതി തീർക്കാനായിട്ട് നോക്കുക. ഓക്കെ, 14 കുറച്ച് കൂടുതലായി പോകും. ഒരു 13 മിനിറ്റ് കൊണ്ട് എഴുതി തീർക്കാനായിട്ട് നോക്കുക. ഓക്കെ, ഇതാണ് ടൈം ലിമിറ്റ് വേണ്ടത്. നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു രീതിയിൽ എഴുതി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഇൻ ടൈം നമുക്ക് പേപ്പർ ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇതാണ് അടുത്ത കാര്യം. ഓക്കെ, അപ്പം നിങ്ങൾ എഴുതേണ്ട പേജ് ലിമിറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ടൈം ലിമിറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ടൈം ലിമിറ്റ് ഒന്നുകൂടെ പറയാൻ പറ്റുമോ? ഒന്നുകൂടെ പറയാം. ഓക്കെ, ശബരി, ഞാൻ ഡൗട്ടൊക്കെ ഞാൻ എടുക്കാം. ഓക്കെ, നിങ്ങളുടെ ഡൗട്ട് ഞാൻ പറയാം, നിങ്ങളുടെ കൺസേൺ ഞാൻ എടുക്കാം. അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തീർന്നിട്ട് ഞാൻ പറയാവേ, ഒന്നുകൂടെ ചോദിച്ചാൽ മതി. ഓക്കെ, ടൈം ലിമിറ്റ് ഞാൻ ഒന്നുകൂടെ പറയാം. 10 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ മാക്സിമം 8 മിനിറ്റിൽ തീർക്കുക. 15 മാർക്കിൻ്റെ ചോദ്യമാണെന്നുണ്ടെങ്കിൽ മാക്സിമം 11-12 മിനിറ്റ് കൊണ്ട് എഴുതി തീർക്കാനായിട്ട് നോക്കാം. 20 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ 13-14 മിനിറ്റ് കൊണ്ട് എഴുതി തീർക്കാനായിട്ട് നോക്കാം. ഇത്രയാണ് ഒരു ടൈമിൻ്റെ കാര്യം പറയേണ്ടത്. ഓക്കെ, അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പരീക്ഷയ്ക്ക് 3 ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും, അതായത് 10 മാർക്ക് ഇതുവരെയുള്ള ഒരു രീതി എങ്ങനെയാണ്, 10 മാർക്ക്, 15 മാർക്ക്, 20 മാർക്ക്, ഈ ഒരു 3 ടൈപ്പ് ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 15 മാർക്കിൻ്റെ ചോദ്യവും 20 മാർക്കിൻ്റെ ചോദ്യവും തമ്മിൽ എസെൻഷ്യലി വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഒരേ ചോദ്യം തന്നെ 15 മാർക്കിനും ചോദിക്കാം, 20 മാർക്കിനും ചോദിക്കാം എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ 2 മാർക്ക് സ്കീം വേണം എന്നുള്ളത് കൊണ്ട് അവർ 2 മാർക്കായിട്ട് ഇടുന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 15 മാർക്കിന് എഴുതേണ്ട അതേ കണ്ടന്റ് തന്നെ 20 മാർക്കിന് എഴുതിയാലും മതി എന്നുള്ള കാര്യം മനസ്സിലാക്കുക. 20 മാർക്കാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി എഴുതണം എന്നൊരു മീനിങ് ഒന്നും അവിടെ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ അതിലുള്ള പോയിന്റ് അതുണ്ടെങ്കിൽ, അത്രയും പോയിന്റ് ഉണ്ടെങ്കിൽ അത് എഴുതുക. അതിൽ കുറഞ്ഞ് വരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അതവിടെ വെച്ചിട്ട് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാമെന്നുള്ളതാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം മെയിൻ ചെയ്ത ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. 15 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഈ 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മുടെ അതിൽ എഴുതാനായിട്ട് ഒരു പരിധി കൂടുതൽ പോയിന്റ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചേക്കാം.
ക്ലിയർ? ഇതാണ് ആ ടെസ്റ്റിൻ്റെ ടൈമിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള കാര്യം പറയേണ്ടത്. ഓക്കെ ആണല്ലോ? ബാക്കിയൊക്കെ ഞാൻ ഇനി അതിനകത്തുള്ള എഴുതുന്ന സ്റ്റൈലും കാര്യങ്ങളൊക്കെ എന്തൊക്കെ ശ്രദ്ധിക്കണം, പാരഗ്രാഫൊക്കെ ടെസ്റ്റ് തുടങ്ങുമ്പോഴത്തേക്ക് പറഞ്ഞുതരാം. ഇത്രയാണ് നിങ്ങൾ പ്രിലിമിനറി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ടൈമിങ്, പേജ് ലിമിറ്റ്, എഴുതേണ്ട പേപ്പർ. ഇനി ഒരാളുടെ ഡൗട്ട് എന്ന് പറയുന്നത് കണ്ടെയ്ൻമെൻറ്റ്സ് ഉള്ളതായതുകൊണ്ട് ആൻസർ ഷീറ്റ് പ്രിൻ്റ് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഫോട്ടോഷോപ്പ് ഓൾസോ ക്ലോസ്ഡ് ആണ്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ലിമിറ്റേഷൻ ഉള്ള ആൾക്കാർ നിങ്ങൾ പ്രോപ്പറായിട്ട് മാർജിൻ സെറ്റ് ചെയ്തിട്ട് എഴുതുക കേട്ടോ. പേപ്പർ മാർജിൻ ഫോൾഡ് ചെയ്തിട്ട് അതിനകത്ത് എഴുതുക. ആ ഒരു കാര്യം ചെയ്താൽ മതി. അതേ നമുക്കൊരു ഓപ്ഷനായിട്ടുള്ളൂ. പ്രിൻ്റ് എടുക്കാൻ പറ്റുന്ന ആൾക്കാർ പ്രിൻ്റ് എടുക്കുക. ഇത്രയാണ് ആ ഒരു എക്സാമിൻ്റെ ഒരു ടൈമിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തി പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമിങ്ങും മാർക്കിംഗ് സ്കീം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഈ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടോ? മാർക്കിംഗ്, ടൈമിംഗ്, എഴുതേണ്ട രീതി എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അത് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം. ഉണ്ടോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, എക്സാമിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ്? ശരി, ആ ഡ്യൂറേഷൻ പറഞ്ഞില്ല. മാർക്കിംഗ് ഞാൻ ഒന്നുകൂടെ ഓക്കെ നേരത്തെ റിസോഴ്സിനെയും പിന്നെ ഈ സ്റ്റഡി അപ്രോച്ച് ചെയ്യേണ്ടതിന്റെ സം അപ്പ് ചെയ്തും പറഞ്ഞിരുന്നോ? എനിക്ക് താങ്കൾ ചോദിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഒന്ന് എനിക്ക് ചാറ്റ് ചെയ്യാവോ? ഞാൻ അവിടെ പറയാം. എനിക്ക് ചാറ്റിംഗ് കാണാൻ പറ്റുന്നുണ്ട്. ചാറ്റ് ചെയ്താൽ മതി. എക്സാമിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ്? ഓക്കെ, ശരി. എക്സാമിൻ്റെ ഡ്യൂറേഷൻ 125 മാർക്ക്, 10 ക്വസ്റ്റ്യൻ, 1.5 hours. ഇതാണ് ഡ്യൂറേഷൻ. 125 മാർക്സ്, 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 1.5 hours. കൃത്യം നമ്മുടെ ഹാഫ് എക്സാം. ഓക്കെ, നമ്മുടെ ആക്ച്വൽ എക്സാമിൻ്റെ 250 മാർക്കിന് കൃത്യം പകുതിയായിട്ട് മാറ്റുന്നു. അത്രേ ഉള്ളൂ. മാർക്കിംഗ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞായിരുന്നല്ലോ. എക്സാമിൻ്റെ ഡ്യൂറേഷൻ പറഞ്ഞു. മാർക്കിംഗ് ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 10 മാർക്ക്, 15 മാർക്ക്, 20 മാർക്ക്. ഇതാണ് 3 മാർക്കിംഗ് സ്കീം എന്ന് പറയുന്നത്. പേജ് ലിമിറ്റിനെ പറ്റി പറയാനാണെങ്കിൽ 10 മാർക്ക് നിങ്ങളൊരു 2 പുറ എഴുതുക മാക്സിമം. 10 മാർക്കിന് 2 പുറ തന്നേക്കുന്നത്, 15 മാർക്കിന് 3 പുറമാണ് തന്നേക്കുന്നത്, 20 മാർക്കിന് 4 പുറമാണ് തന്നേക്കുന്നത്. പക്ഷെ ഇത് എഴുതി തീർക്കണമെന്ന് നിർബന്ധമില്ല, എഴുതി നിറയ്ക്കണമെന്നുള്ളത് നിർബന്ധമില്ല. ആ പോയിന്റ് ഞാൻ പറഞ്ഞ പോയിന്റ് ആ ഒരു 6 പോയിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ 6 പോയിന്റ് എഴുതി നിർത്തുക. 10 മാർക്കിന് ഒരു 10 പോയിന്റ്, 11 പോയിന്റ്, 15 മാർക്ക് എഴുതി നിർത്തുക. 2-3 പോയിന്റ് എക്സ്ട്രാ ആയിട്ട് 20 മാർക്കിന് എഴുതി നിർത്തുക. അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആനന്ദ് മനസ്സിലായോ? ക്ലിയർ അല്ലേ? വേർഡ് ലിമിറ്റ് ഞാൻ പറഞ്ഞത് ഓക്കെ അല്ലേ? വേർഡ് ലിമിറ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ ഒരു പോയിന്റ് വെക്കുമ്പോഴത്തേക്ക് തന്നെ, അതായത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു പോയിന്റിൽ ഒരു പേജിൽ എഴുതുമ്പോഴത്തേക്ക് അതിനകത്ത് ഏകദേശം 50 വാക്കാണ് വരുന്നത്. 50 മുതൽ 60 വാക്ക് വരെ വരും. ഒരു സാധാരണ ഒരാളുടെ ഹാൻഡ് റൈറ്റിംഗ് വെച്ചിട്ട് ഇങ്ങനെ ഒരു പുറത്തിൽ എഴുതി കഴിഞ്ഞാൽ മലയാളത്തിൻ്റെ കേസാണ്. ഇംഗ്ലീഷ് എഴുതുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ വരും. മലയാളത്തിൽ ഇങ്ങനെ ഒരു പേജിൽ എഴുതി നമ്മൾ നിറയ്ക്കുമ്പോഴത്തേക്ക് 50 മുതൽ 60 വാക്കുകൾ വരെയാണ് സാധാരണ രീതിയിൽ വരുന്നത്. അത്രേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു പുറാകുമ്പോഴത്തേക്ക് 100 വാക്കാവും എന്നുള്ളതാണ്. 2 പുറാകുമ്പോഴത്തേക്ക് 100 വാക്കാവും എന്നുള്ളതാണ്. മനസ്സിലായോ? ആ ഒരു രീതിയിലാണ് വേർഡ് ലിമിറ്റ് വരുന്നത്. നിങ്ങൾ ആ പേജ് കണക്കാക്കിയാൽ മതി. ഓക്കെ, വേർഡ് ലിമിറ്റ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമുള്ളൂ. എക്സീഡ് ആവത്തില്ല മലയാളത്തിൽ. സോ അത്രയാണ് മാർക്കിംഗ് സ്കീമിനെ പറ്റി പറയേണ്ടത്. ഇനി സോഴ്സ് കൂടി പറയാം. അതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. റിസോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ 2-3 കാറ്റഗറി ആയിട്ട് ഞാൻ തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്ന് മലയാളം ഓപ്ഷണൽ സ്റ്റുഡൻസ്. അതിലുണ്ട് ഇപ്പോൾ നമ്മുടെ അടുത്ത് പഠിച്ചിട്ടുള്ള, എൻ്റെ അടുത്ത് പഠിച്ചിട്ടുള്ള മലയാളം ഓപ്ഷണൽ സ്റ്റുഡൻസ്. നിങ്ങൾ ക്ലാസ് നോട്ട്സും ലെക്ചർ നോട്ടും ഫോളോ ചെയ്താൽ മതി. ഓക്കെ, ഹാൻഡ് ഔട്ട്സും ലെക്ചർ നോട്ടും ഫോളോ ചെയ്താൽ മതി. രണ്ടാമത്തെ ആൾക്കാരെന്ന് പറയുന്നത് മലയാളം ഓൾറെഡി ഒരു റൗണ്ട് പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. അതായത് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവർ നിങ്ങളുടെ റെസ്പെക്റ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ തന്നെ പ്രൈമറി മെറ്റീരിയലായിട്ടോ ഞാൻ പറയുന്നത്, പ്രൈമറി മെറ്റീരിയലായിട്ട് നിങ്ങളുടെ റെസ്പെക്റ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണോ പഠിച്ചത്, എവിടെ നിന്നാണോ മെറ്റീരിയൽ കിട്ടിയേക്കുന്നത്, അത് പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് കണ്ടന്റ് പഠിക്കുന്നതിൻ്റെ കാര്യമില്ല. അറിയുന്ന കണ്ടന്റിനെ എങ്ങനെ നമ്മുടെ ആൻസറിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, ഷേപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കേണ്ടത്. നിങ്ങളുടെ പ്രൈമറി മെറ്റീരിയൽ ഏതാണോ അത് ഫോളോ ചെയ്യുക. നിങ്ങൾ എവിടെയാണോ പഠിച്ചത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെറ്റീരിയൽ പ്രൈമറിലി ഫോളോ ചെയ്യുക. ഇനി സെൽഫ് സ്റ്റഡി ആയിട്ട് മലയാളം പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിൽ ഒരുപാട് മെറ്റീരിയൽ അവൈലബിൾ ആണ്. അതെല്ലാം പഠിക്കണമെന്നില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ റിസോഴ്സിൽ നിന്നായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സ് ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് വൈ. ഇപ്പോൾ എല്ലാ ആൾക്കാരിലും പൊതുവായിട്ട് കിട്ടുന്നൊരു PDF ഉണ്ടാവും. വെബിൽ വെറുതെ കിട്ടുന്നൊരു PDF ഉണ്ടാവും. ഓവർലോഡഡ് ആണ് ഇൻഫോർമേഷൻ.
അതിൻ്റെ പകുതി എഴുതിയാൽ തന്നെ നീ പറഞ്ഞ പോലെ ആവശ്യത്തിനുള്ള കണ്ടന്റ് ആവും, 300 മാർക്കിന് എഴുതാനുള്ള പേപ്പർ ആവും. അപ്പോൾ അത് കംപ്ലീറ്റ് കാണാതെ പഠിച്ചുകൊണ്ട് ഞാൻ പരീക്ഷയ്ക്ക് വന്നിരിക്കും എന്നൊരു ആറ്റിറ്റ്യൂഡ് വേണ്ട. പറ്റുന്നത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, പറ്റുന്നത് മാത്രം പഠിച്ചാൽ മതി. പിന്നീട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സെൽഫ് സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ള ആൾക്കാരെ പറ്റി പറയാനാണ്. സെൽഫ് സ്റ്റഡിക്കുള്ള ആൾക്കാർക്ക് വേണ്ടി പറയാനാണെങ്കിൽ, ബാക്കിയുള്ളവർ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ച ആൾക്കാരുടെ കയ്യിൽ കൃത്യമായിട്ട് നോട്ട് ഉണ്ടാവുമല്ലോ. സെൽഫ് സ്റ്റഡി ചെയ്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാനൊരു എക്സ്ട്രാ റിസോഴ്സ് പറയാനാണെങ്കിൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മലയാളം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ മലയാളം മെറ്റീരിയൽസ് ചില ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. അത് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അതായത് ടെസ്റ്റ് സീരീസിന് ചേരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മലയാളം മെറ്റീരിയൽസ് ഉണ്ടാവും. അത് ഓൾറെഡി അതിൻ്റെ മൈക്ക് ഓൺ ആണ്, അതൊന്ന് ഓഫ് ചെയ്തേക്കാം. ശരി, അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ മലയാളം MA മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ടെസ്റ്റ് സീരീസിന് ചേരുന്ന ആൾക്കാരുടെ ആ ഒരു ഗ്രൂപ്പിലെത്തേക്ക് ഷെയർ ചെയ്തേക്കാം. അപ്പോൾ സെൽഫ് സ്റ്റഡി വേണ്ട ആൾക്കാർ, സെൽഫ് സ്റ്റഡി ചെയ്ത ആൾക്കാർ അതും കൂടി നോക്കിയേക്കാൻ നല്ലതായിരിക്കും. ഓക്കെ, ബാക്കിയുള്ള ആൾക്കാർ പ്രൈമറി മെറ്റീരിയലായിട്ട് നിങ്ങൾ പഠിച്ച റെസ്പെക്റ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണോ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെറ്റീരിയലും ആ ഇന്ന ക്ലാസ്സിൻ്റെ ലെക്ചർ നോട്ടൊക്കെ ഫോളോ ചെയ്താൽ മതി. നമുക്കിത് അറിയുന്ന സാധനം എഴുതാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സർ, ലീലാതിലകം സിലബസിൽ ഇല്ലാത്തല്ലേ? പക്ഷെ ഒരു ഇയറിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. ലീലാതിലകം ശരിക്കും സിലബസ് നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. ലീലാതിലകം ഒരു ഇയറിൽ ലീലാതിലകവും പിന്നെ കൂന്തൽവാദവും ഒക്കെ അതൊക്കെ വരാം. പക്ഷെ അതൊക്കെ ഈ പറഞ്ഞതുപോലെ മണിപ്രവാളമായിട്ട് ബന്ധപ്പെടുത്തി, ഭാഷാ ചരിത്രമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ലീലാതിലകത്തിനെ പറ്റി ഡെഫിനറ്റ്ലി നമ്മൾ മെൻഷൻ ചെയ്യുന്നതാണ്. സിലബസിൽ സ്പെസിഫിക്കലി ലീലാതിലകത്തിന്റെ ഇത്ര ഭാഗം പഠിക്കണം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ലീലാതിലകത്തിനെ കുറിച്ച് ഒരുപാട് സ്ഥലത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. മണിപ്രവാളം പഠിക്കുമ്പോഴും ചമ്പുക്കൾ പഠിക്കുമ്പോഴും ഈ സന്ദേശകാവ്യങ്ങൾ പഠിക്കുമ്പോഴൊക്കെ ലീലാതിലകം പലയിടത്തായിട്ട് മെൻഷൻ ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് എന്തായാലും ഡെഫിനറ്റ്ലി പഠിച്ചേ പറ്റുള്ളൂ. കൂന്തൽവാദം എന്തായാലും ഉണ്ട്. ഭാഷോൽപത്തി സിദ്ധാന്തത്തിൽ കൂന്തൽവാദത്തിനെ പറ്റി ഒരു ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ആ ഒരു മൈക്കൊന്ന് മ്യൂട്ട് ചെയ്ത് വെക്കാമോ? ഞാൻ പറയട്ടെ, എനിക്കത് ഇങ്ങോട്ട് ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നേ. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ലീലാതിലകം ആയിക്കഴിഞ്ഞാലും കൂന്തൽവാദം ആയിക്കഴിഞ്ഞാലും ഈ പറഞ്ഞതുപോലെ സിലബസിനകത്ത് ഒരുപാട് സ്ഥലത്ത് മെൻഷൻ ചെയ്യുന്നതാണ്. നമുക്ക് പഠിക്കേണ്ട പല പോർഷനകത്ത് ഓവർലാപ്പ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റി എന്തായാലും നോക്കണം. ഇനി എവിടെ നിന്ന് നോക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൂന്തൽവാദത്തിനെ പറ്റി ലീലാതിലകത്തിനെ പറ്റി ഇതൊക്കെ റെഫറൻസ് ടെക്സ്റ്റിൽ നോക്കേണ്ടതാണ്. ഈ 2 മാസം നിങ്ങൾക്ക് എത്രത്തോളം ടൈം കിട്ടുമെന്ന് അറിയില്ല. ഓക്കെ, ഈ ഇതും ഞാൻ സെൽഫ് സ്റ്റഡി നടത്തുന്ന ആൾക്കാരെ പറ്റിയാണ് ഉദ്ദേശിച്ചാണ് മെയിനായിട്ട് പറയുന്നത്. ബാക്കി ക്ലാസ്സിലിരുന്ന ആൾക്കാർക്ക് ഇത് ഓൾറെഡി ഈ ബുക്സിൽ നിന്നൊക്കെ റെഫർ ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ റെഫറൻസ് ടെക്സ്റ്റ് പറഞ്ഞു തരാം. പന്മന എന്ന് പറയുന്നത് പന്മന രാമചന്ദ്രൻ പിള്ളയോ അങ്ങനെ ആരോ തോന്നുന്നു, പുള്ളിക്കാരൻ എഴുതിയിട്ടുള്ള മലയാള ഭാഷാ ചരിത്രമുണ്ട്. ഇതൊരു റെഫറൻസ് ടെക്സ്റ്റാണ്. കിട്ടുമെന്ന് അറിയില്ല, കാരണം ഇതിൻ്റെ പബ്ലിക്കേഷൻ ഇപ്പോൾ നിർത്തിയതാണ്. എവിടെന്നെങ്കിലും ഇതിൻ്റെ PDF കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെസ്റ്റ് സീരീസിൽ ഇപ്പോൾ ഓൾറെഡി ഗ്രൂപ്പിലുള്ള ആൾക്കാർ ആരുടെയും കയ്യിൽ ഇതിൻ്റെ PDF ഉണ്ടെന്നുണ്ടെങ്കിൽ അവരതൊന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തേക്കുക. ഓക്കെ, അത്യാവശ്യം വലിയൊരു ടെക്സ്റ്റ് ബുക്കാണ്. ഇത് ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്തേക്കുക. പന്മനയുടെ ഭാഷാ ചരിത്രം എന്നൊരു പുസ്തകമുണ്ട്, അല്ലെങ്കിൽ എരുമേലിയുടെ മലയാള ഭാഷാ ചരിത്രം. ഇത് DC-യിൽ അവൈലബിൾ ആണ്. 700-800 രൂപയാണ്. DC ബുക്സിലും കറണ്ട് ബുക്സിലൊക്കെ അവൈലബിൾ ആണ്. ഇത് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. പേപ്പർ 1-ൽ ആഷിഖ് ഇപ്പോൾ ചോദിച്ചതുപോലെ ഈ ലീലാതിലകം ആയിക്കഴിഞ്ഞാലും കൂന്തൽവാദം ആയിക്കഴിഞ്ഞാലും ഒക്കെ നമുക്ക് ഈ 2 ടെക്സ്റ്റിൽ നിന്ന് റെഫർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പന്മനയുടെ എരുമേലിയുടെയും ഈ 2 റെഫറൻസ് ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിത് വീണ്ടും ഓർമ്മിപ്പിക്കണം, ഈ 2 മാസം ഇത് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഓൾറെഡി പഠിച്ച ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആ മെറ്റീരിയൽ ഫോളോ ചെയ്താൽ മതി. സെൽഫ് സ്റ്റഡി നടത്തിയിട്ടുള്ള ആൾക്കാർ ഈ കൂടെ തിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഇൻഫർമേഷന് വേണ്ടിയിട്ട് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന 2 ടെക്സ്റ്റാണ് പന്മനയുടെയും എരുമേലിയുടെയും ഈ 2 റെഫറൻസ് ടെക്സ്റ്റുകളാണ്. നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും, അത്യാവശ്യം ബൾക്കിയാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിനകത്ത് ആരുടെയും കയ്യിൽ പന്മനയുടെ ഇപ്പോൾ ഭാഷാ ചരിത്രത്തിൻ്റെ PDF ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്തേക്കാം. ഓക്കെ, അതെല്ലാവർക്കും ആയിക്കോട്ടെ. ഓക്കെ, ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മെറ്റീരിയൽ ഞാൻ ഷെയർ ചെയ്തേക്കാം. 2, അടുത്തൊരു റെഫറൻസ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ യൂണിറ്റ് 8 മുതൽ അല്ലെങ്കിൽ 8 മുതൽ 12 വരെയുള്ള യൂണിറ്റ് പഠിക്കാനായിട്ട് ശരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് 8, 9, 10, 11, 12 പേപ്പർ 2 ആണ്. പേപ്പർ 1-നകത്തുള്ള ഈ പറഞ്ഞ പോലെ 8, 9 ഒക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് KM ജോർജിൻ്റെ മലയാള സാഹിത്യ ചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ എന്ന് പറയുന്ന ഒരു റെഫറൻസ് ടെക്സ്റ്റ് ഉണ്ട്. പ്രസ്ഥാനങ്ങളിലൂടെ എന്ന് പറയുന്ന റെഫറൻസ് ടെക്സ്റ്റ് ഉണ്ട്. മലയാള സാഹിത്യം പ്രസ്ഥാനങ്ങളിലൂടെ.
കൃത്യം ടെക്സ്റ്റിൻ്റെ പേര് ഓർമ്മയില്ല, മലയാള സാഹിത്യം പ്രസ്ഥാനങ്ങളിലൂടെ. അതിനകത്ത് കഥ, കവിത, മൈക്ക് പൂജ അതൊന്ന് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ. കഥ, കവിത, നാടകം, ചെറുകഥ, ബാക്കിയുള്ള എല്ലാം നമുക്ക് പഠിക്കും, നിരൂപണം, എല്ലാത്തിനെ പറ്റിയും വിശദമായിട്ട് ഓരോരോ സാഹിത്യ പ്രസ്ഥാനങ്ങളെ പറ്റി കൃത്യമായിട്ട് കെ എം ജോർജിൻ്റെയും മലയാള സാഹിത്യം പ്രസ്ഥാനങ്ങളിലൂടെ എന്ന് പറയുന്ന ടെക്സ്റ്റിനകത്ത്, അത് റെഫറൻസ് സെക്ഷനാണ്, അതിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്നൊരു മെറ്റീരിയലാണ്. ഇത് മൂന്നുമാണ് സോഴ്സായിട്ട് എനിക്ക് തരാനുള്ളത് ഈ ഒരു ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ. സെൽഫ് സ്റ്റഡി നടത്തുന്ന ആൾക്കാർക്ക് ഇത് റെഫർ ചെയ്ത് നിങ്ങൾക്ക് നോട്ട് എൻട്രി ചെയ്യാം. എവിടെയെങ്കിലും പോയി പഠിച്ച ആൾക്കാർക്ക് പ്രൈമറി മെറ്റീരിയലായിട്ട് നിങ്ങൾ എവിടെയാണോ പഠിച്ചത് അവിടുത്തെ മെറ്റീരിയൽ യൂസ് ചെയ്യുക. ദെൻ സെക്കൻഡറി മെറ്റീരിയലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈമുണ്ട്, നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. കുറച്ച് എക്സ്ട്രാ കണ്ടന്റ് കിട്ടുന്നുള്ളതാണ്. ഓക്കെ ആണോ? ഇനി ഡൗട്ട് ചോദിച്ചോ. ഇതാണ് സോഴ്സിനെ പറ്റി പറയേണ്ടത്. നമുക്ക് മെയിനായിട്ട് ഇനി പരീക്ഷ എങ്ങനെ എഴുതുന്നുള്ള കാര്യം കൂടെ വേണേ, അതിലേക്കാണ് ഞാൻ വരുന്നത്. ആദ്യം ടെസ്റ്റ് സീരീസിനെ പറ്റി ജനറലി ഒന്ന് പറയാമെന്ന് വെച്ചു.